ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയ്ക്കടുത്തുള്ള ആർത്തുങ്കൽ ദേവാലയം ദക്ഷിണേന്ത്യയിലെ പ്രശസ്തമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. 7-ാം നൂറ്റാണ്ട് മുതൽ ആർത്തുങ്കലിൽ ക്രൈസ്തവ സാന്നിധ്യം ഉണ്ടായിരുന്നു. പള്ളിയുടെ പ്രഥമ പട്ടക്കാരനായിരുന്ന ഫാദർ ഗാസ്പർ പയസ് എന്ന വൈദികന്റെ ശ്രമഫലമായി കൊച്ചി രാജാവ് വീരകേരളവർമ്മ തടികണ്ട് ഒരു ദേവാലയം നിർമ്മിക്കുവാൻ 1581 അനുവാദം നൽകി. തുടർന്നു വന്ന ഫാദർ ജക്കോമോ ഫിനിഷ്യോ ദേവാലയം കല്ലിൽ നിർമ്മിക്കുവാൻ അപേക്ഷ നൽകുകയും 1602 രാജാവ് അതിനുള്ള അനുമതി നൽകുകയും ചെയ്തു. 33 വർഷക്കാലം ആർത്തുങ്കൽ ദേവാലയത്തിന് നേതൃത്വം നൽകിയ ഈ പട്ടക്കാരനെ ആർത്തുങ്കലിന്റെ അപ്പോസ്തലൻ എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ പ്രതിഷ്ഠയായ സെബസ്ത്യാനോസ് റോമൻ ചക്രവർത്തിയായിരുന്ന ഡൈക്ലീഷ്യന്റെ അംഗരക്ഷക സേനയുടെ തലവനായിരുന്നു. ചക്രവർത്തിയുടെ പീഡനങ്ങളെ എതിർത്തതിന്റെ പേരിൽ AD 286 സെബസ്ത്യാനോസ് കൊല ചെയ്യപ്പെട്ടു. മൃതശരീരം റോമിലെ ഒരു ഭൂഗർഭ സെമിത്തേരിയിൽ അടക്കം ചെയ്തു. അക്കാലത്ത് റോമിലും മിലാനിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിച്ചു. നഗരങ്ങളിലേക്ക് സെബസ്ത്യാനോസിന്റെ സ്വരൂപം പ്രദക്ഷിണമായി വിശ്വാസികൾ എഴുന്നള്ളിച്ചു. തൽഫലമായി പകർച്ചവ്യാധിക്ക് ശമനം വരികയും രോഗികൾക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇതേ തുടർന്ന് സെബസ്ത്യാനോസിന്റെ സ്വരൂപം ലോകമെമ്പാടും കപ്പലിൽ ഊർചുറ്റിക്കുവാൻ തീരുമാനിച്ചു. അറബിക്കടലിലൂടെയുള്ള അവരുടെ യാത്ര ആർത്തുങ്കൽ തീരത്തെ പുറംകടലിലും എത്തി. അപ്പോഴുണ്ടായ കൊടുങ്കാറ്റിലും തിരമാലയിലും പെട്ട ഭയചകിതരായ നാവികർ സെബസ്ത്യാനോസിന്റെ രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി മധ്യസ്ഥയ്ക്കായി യാചിച്ചു എന്നും തൽഫലമായി പ്രകൃതി തൽക്ഷണം ശാന്തമായി എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇതിന്റെ കൃതജ്ഞതാസൂചകമായി കപ്പലിലുണ്ടായിരുന്ന സെബസ്ത്യാനോസിന്റെ സ്വരൂപം കരയിൽ എത്തിക്കുവാൻ നാവികർ തീരുമാനിച്ചു. അന്നത്തെ വികാരിയുടെയും വിശ്വാസ സമൂഹത്തിന്റെയും നേതൃത്വത്തിൽ സ്വരൂപം ആർത്തുങ്കൽ പള്ളിയിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അതോടെ ആർത്തുങ്കലും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളും പ്രശസ്തമായി. 17,000 കുടുംബങ്ങൾ ആർത്തുങ്കൽ ദേവാലയത്തിലുണ്ട്. ഇംഗ്ലീഷ്, തമിഴ്, ലാറ്റിൻ, മലയാളം ഭാഷകളിൽ ആരാധന ഇവിടെ നടക്കുന്നു. തിരുനെൽവേലിയിൽ നിന്ന് വന്ന് 160 വർഷമായി ഇവിടെ താമസിച്ച് സ്വർണ്ണപ്പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങളാണ് തമിഴ് ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. 443 വർഷം പഴക്കമുള്ള പഴയ ദേവാലയത്തിൽ പൗരാണികമായ പല അത്ഭുത നിർമ്മിതികളും കാണാം. മൈക്ക് സിസ്റ്റം ഇല്ലാതിരുന്ന കാലത്ത് പ്രസംഗിക്കുവാനും ബൈബിൾ വായിക്കുവാനുമായി പള്ളിയുടെ മധ്യഭാഗത്തായി സ്ഥാപിച്ചിരിക്കുന്ന പുൾപിറ്റ്, മാമുദിസ നൽകുവാനുള്ള കൽത്തൊട്ടി, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പീഡന ചിത്രങ്ങൾ, ആദ്യകാലത്തെ കൂറ്റൻ മണി എന്നിവയെല്ലാം ശ്രദ്ധേയമാണ്. 1632 മരിച്ച ആദ്യകാല വൈദികനായ ഫിനീഷ്യോയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത കല്ലറ അൾത്താരയുടെ വലതുഭാഗത്തായി കാണാം. 1829 നവംബർ 29 വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചൻ വൈദിക പട്ടം സ്വീകരിച്ചതും ഈ ദേവാലയത്തിൽ വെച്ചായിരുന്നു. പഴയ ദേവാലയത്തോട് ചേർന്ന് പിന്നീട് പണി കഴിപ്പിച്ച ബസിലിക്കയിലാണ് വിശുദ്ധ സെബസ്ത്യാനോസിന്റെ ഒറ്റത്തടിയിലുള്ള രൂപം. ഇത് വണങ്ങുവാനും പ്രാർത്ഥിക്കുവാനും ധാരാളം ആളുകളാണ് എത്തുന്നത്. അമ്പ് നേർച്ച ഇവിടുത്തെ പ്രത്യേകതയാണ്. ഇത് തിരുസ്വരൂപത്തിന്റെ മുമ്പിൽ വെച്ച് ഭക്തജനങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാണാം. പഴയ ദേവാലയത്തിലെ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തി തിരികെ ഇറങ്ങുമ്പോൾ ഒരു കാഴ്ച കൂടി കണ്ടു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സ്വരൂപത്തിന്റെ ചുവട്ടിൽ അനേകം മാലകൾ തൂക്കിയിട്ടിരിക്കുന്നു. മണ്ഡലകാലത്ത് വ്രതാനുഷ്ഠാനത്തോടെ ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തർ ശബരിമല തീർത്ഥാടനത്തിനു ശേഷം മടക്കയാത്രയിൽ ആർത്തുങ്കലിലെത്തി തിരുസ്വരൂപം വണങ്ങി നേർച്ചകാഴ്ചകൾ അർപ്പിച്ച് മാലയൂരുന്ന ഒരാചാരം ഇന്നും ഇവിടെ നിലനിൽക്കുന്നു. അയ്യപ്പ മാലകൾക്കിടയിൽ കുരിശുരൂപമുള്ള കൊന്തകളും കണ്ടു. വിശ്വാസങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ പ്രാർത്ഥന മാത്രം, പരസ്പരമുള്ള വിശ്വാസം, പരസ്പരമുള്ള സ്വീകരണം, മതജാതി വ്യത്യാസങ്ങൾക്കതീതമായി മനുഷ്യരെ ഒരുമയിലും സ്നേഹത്തിലും നിലനിർത്താൻ
ഈ ആചാരം ഏറെ പങ്കുവഹിക്കുന്നു. മതസ്പർദ്ധ വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് അർത്തുങ്കൽ പറ്റാത്ത സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സംഗമഭൂമിയായി മാറുന്നു. ട്രാവൻകൂർ ടെലിവിഷൻ, തിരുവല്ല.